ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പാലക്കാടൻ ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ഇത് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോയും കൂടെ കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിക്ക് നമ്മളിവിടെ നിന്ന് തിരിച്ചു. രാവിലെ നല്ല മഴയായിരുന്നു പോകുമ്പോൾ. പിന്നെ ഒരു എറണാകുളമൊക്കെ ആയപ്പം മഴയൊക്കെ തോന്നും, വെയിലൊക്കെ കണ്ടു തുടങ്ങി. പക്ഷെ പാലക്കാട് എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു. അവിടെ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ് സെറ്റപ്പിൽ പാലക്കാട് വരെ പോയിട്ട് വന്നു. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ഉത്രാൾക്കാവ് അമ്പലത്തിലോട്ടായിരുന്നു. നല്ല വൈബുള്ള അമ്പലമല്ലേ, നല്ല രസം അവിടെ കാണാൻ. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കാണത്തില്ലേ. പക്ഷെ അവിടെ നെല്ല് നടാൻ വേണ്ടി ആ കിളച്ചിട്ടേക്കുന്നുണ്ട്. നെല്ലിൻ്റെ ആ പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടി ആ ട്രെയിൻ പോകുന്ന കാണാനൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലായിരുന്നു, അവിടെ മഴയൊന്നുമില്ലായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ട്രെയിൻ പോകുന്നത് കാണാൻ വേണ്ടി അതിൻ്റെ അടുത്ത് പോയി നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ ഇവിടുന്ന് വരിക്കാശ്ശേരി മനയിലോട്ട് പോയി. ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയെ അങ്ങോട്ടുള്ളൂ. അവിടുത്തെ എൻട്രി ഫീ ഒരാൾക്ക് 30 രൂപയായിരുന്നു. വെക്കേഷൻ ടൈം ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലായിടത്തും. പിന്നെ ഈ തറവാടിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അവിടെ എന്തോ സിനിമയുടെ ഷൂട്ടിനുള്ള സെറ്റ് ഇടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്യാമറ വീഡിയോ ഒന്നും അലൗഡ് അല്ലായിരുന്നു അകത്ത്. ഓണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു എല്ലായിടത്തും. അവിടെ നമ്മൾ നേരെ പാലക്കാട് ഫോർട്ടിലേക്ക് പോയി. അവിടെ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ കയറാനൊക്കെ എൻട്രിയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് അവിടെ കയറിയില്ല. പുറത്ത് നിന്ന് കണ്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് വിട്ടു. അതൊരു വനവാസ എന്ന് പറയുന്നൊരു ഹോം സ്റ്റേ ആണ്. അത് കുറച്ച് ദൂരം പോകണമായിരുന്നു. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഈ കാവ ഐലൻഡ് അതൊക്കെ കഴിഞ്ഞാണ് പോയത്. അങ്ങനെ കാവ ഐലൻഡൊക്കെ കണ്ട് നമ്മൾ ഹോം സ്റ്റേയിലേക്ക് പോകുമ്പോഴാണ് ഒരു വണ്ടി റോങ് സൈഡിൽ നിന്ന് കയറി. ഇതാണ് കാവ ഐലൻഡ്. തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങണമെന്ന് വെച്ചത്, പക്ഷേ അത് പറ്റിയില്ല. ഇവിടെ അങ്ങോട്ട് ഫുൾ ഓഫ് റോഡാണ്. അതിൻ്റെ ഈ ലൈൻ കമ്പി ഉണ്ടോ ചെറിയ, അതിന് കറണ്ട് വരുന്നത് കേട്ടോ. ഈ ആന ഇവരുടെ കൃഷിയിടത്തിലോട്ടൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അത് നമുക്കറിയത്തില്ലായിരുന്നു. നമ്മളവിടെ ഹോം സ്റ്റേയിൽ അവിടെ ചെന്നപ്പം അവിടെയും ഇത് ചുറ്റും കെട്ടിയിട്ടുണ്ട് ഈ ലൈൻ കമ്പി. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രാത്രി ചിലപ്പോൾ ആന ഇറങ്ങാറുണ്ട്, അത് അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് രാത്രി 7 മണിക്ക് ഓൺ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഓഫ് ചെയ്യും. നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്നിടത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താണെന്ന് അവിടെ ചെല്ലുമ്പോൾ കാണാവേ. അതാണ് നമുക്ക് എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ടത്. അങ്ങോട്ടല്ല അങ്ങോട്ട് കൊണ്ടുപോ.
ഞാനെന്ത് കുരിഞ്ഞു എനിക്കിതെല്ലാം വേറെ പണിയറിയാണോ? പേടിക്കണ്ടല്ലേ വീണ്ടും പച്ചപ്പാ മാറേ അണ്ണ അങ്ങനെ പിടിക്കുന്ന ചവിട്ട് പേടിക്കും കേട്ടോ. അവക്ക് പേടിയാത്. അയ്യോ അങ്ങനെ നമ്മൾ അവിടെ എത്തി. കുറേ ഓഫ് റോഡൊക്കെ കൂടി അവിടെ വന്നു. കൊള്ളാം, നല്ല സ്ഥലമായിരുന്നു. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. നമ്മൾ 4 ഫാമിലിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 4 റൂംസേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഹോം സ്റ്റേ അല്ലേ, അപ്പം അതുപോലെ ചെറിയൊരു സെറ്റപ്പ്. രണ്ട് ഈ ബിൽഡിങ്ങിൽ 2 റൂം, അപ്പുറത്ത് കാണിക്കുന്ന ബിൽഡിങ്ങിൽ 2 റൂം. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അതാണ്. അവിടെ ഒരു പുഴയുണ്ട്. പുഴയാണോ ആറാണോ? പുഴയാണെന്ന് തോന്നുന്നു. അവിടുത്തെ അങ്കിളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതൊരു അവിടുത്തെ മലമുകളിൽ നിന്ന് വരുന്ന ഒരു പുഴയാണെന്ന്. ഇതിൻ്റെ സൈഡിലും കണ്ടു ഇവിടെ ഈ ലൈൻ കമ്പി ഉപയോഗിക്കുന്നത്. അത് ആന കയറാതിരിക്കാനാണ് അവർ പറഞ്ഞത്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് 6 മണിയൊക്കെ ആയി. അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇവരൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ വെള്ളത്തിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. രാത്രി ഫുഡ് കപ്പയും മീൻകറിയും ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. കപ്പയും മീൻകറിയും നമുക്ക് നേരത്തെ തന്നു, ഒരു 7:30 ആയപ്പോൾ തന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും 9:30-10 മണിയൊക്കെ ആയപ്പോൾ തന്നു. ഫുഡൊക്കെ നല്ലതായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ തട്ടിയിട്ട് എല്ലാവരും കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇത് പിറ്റേന്ന് രാവിലെയാണ്. നല്ല രസമുണ്ടായിരുന്നു ഞാനവിടെന്ന്. പിന്നെ ഇവിടെ ഈ വെള്ളം ഒഴുകുന്നതുകൊണ്ട് ഫുൾ ടൈം അതിൻ്റെ സൗണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും മഴയാണെന്ന്. ഇവിടുത്തെയാണോ? അത് കഴിഞ്ഞ് രാവിലെ എല്ലാവരും വീണ്ടും വെള്ളത്തിലിറങ്ങി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. വെള്ളത്തിന് നല്ല ഐസ് വാട്ടർ പോലെ ഇരിക്കുമായിരുന്നു. ഇത് രണ്ടും കൂടെ അവിടെ ഇരുന്ന് തോർത്തിട്ട് മീനെ പിടിക്കുക.
ഇവർ അവിടെ എക്സ്പ്ലോറിങ് തുടങ്ങി. ഞങ്ങളവിടെ പുഴയുടെ സൈഡിൽ സെറ്റായി. ഇവരവിടെ അപ്പുറത്തൊക്കെ ചാടി ആ മലയുടെ മുകളിലോട്ടൊക്കെ കയറിപ്പോയി. അവിടുന്ന് കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് സ്റ്റോൺ സ്റ്റാക്കിങ് ഒക്കെ ചെയ്തു. അങ്ങനത്തെ രാവിലത്തെ ഫുഡ് സെക്ഷനായി. പുട്ടും കടലക്കറിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ മലമ്പുഴ ഡാമിലേക്കാണ് പോയത് ആദ്യം. അവിടെ ഈ പറഞ്ഞ പോലെ നല്ല തിരക്കായിരുന്നു. അവിടെ എൻട്രി പാസ് ഒരാൾക്ക് 30 രൂപയായിരുന്നു. നമ്മളവിടെ എത്തിയത് ഒരു ഉച്ച ടൈമിനായിരുന്നു. അപ്പോൾ ഈ കേബിൾ കാർ കയറുന്നത് അന്വേഷിച്ചപ്പോൾ അവർ ഇറങ്ങിയത് ലഞ്ച് ബ്രേക്ക് അവർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നെന്തോ പറഞ്ഞു. പിന്നെ അതിൽ കയറാൻ നിന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് നേരെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി. അപ്പോഴാണ് കുതിരാൻ ടണൽ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഓടി അവിടെ എത്തിയപ്പോഴാണ് 6 മണി കഴിഞ്ഞു. അപ്പോൾ 6 മണി കഴിഞ്ഞാൽ അവർക്ക് അവിടെ എൻട്രി ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇതെടുത്തു. അങ്ങനെ തട്ടിക്കൂട്ടിയൊരു അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ നേരെ കൊല്ലത്തേക്ക് പോയിട്ട് അത് കേൾക്കാതിരിക്കും അപ്പോഴേ കയ്യെ കൊടുത്തു കുസുമം.